ഹായ്, ഞാൻ ഡോക്ടർ ജസ്ന, ആയുർവേദ ഫിസിഷ്യൻ അറ്റ് ഹീൽ ലൈഫ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ദഹിച്ചതിന് ശേഷം മാത്രം അടുത്ത നേരത്തെ ഭക്ഷണം കഴിക്കുക, കൃത്യമായ അളവിന് ഭക്ഷണം കഴിക്കുക, കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ദഹിച്ചു എന്ന് മനസ്സിലാക്കുക എന്ന് പലരും ചോദിച്ചു. എന്താണ് കൃത്യമായ അളവ് എന്ന് ചോദിച്ചു. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 3-4 മണിക്കൂർ വേണം ആ ഭക്ഷണം ദഹിക്കാൻ. അതിനുശേഷം വേണം അടുത്ത നേരത്തെ ഭക്ഷണം കഴിക്കാൻ. നമുക്ക് ദഹിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ കുടിച്ചു നോക്കുക. അതിനു മുൻപ് കഴിച്ച ഭക്ഷണത്തിന്റെ സ്മെല്ലോ ബെൽച്ചിങ്സോ വരുന്നുണ്ടെങ്കിൽ ആദ്യം കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടില്ല എന്നർത്ഥം. അടുത്ത നേരത്തെ ഭക്ഷണം കഴിക്കാറായിട്ടില്ല, ഇനിയും ദഹിക്കാനുണ്ട്. കൃത്യമായ അളവിലെ വെള്ളം എന്നാൽ ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കണം. ഇനി സമീകൃത ആഹാരം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലെ അരഭാഗം ഫൈബർ ആയിരിക്കണം. ഫൈബർ എന്നാൽ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അതെല്ലാം അടങ്ങിയതാണ്. സാലഡ് പോലെ, തോരൻ പോലെ എടുക്കുന്നതാണ്. ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം നിറയ്ക്കുക. പിന്നത്തെ കാൽഭാഗത്തിൽ കാർബോഹൈഡ്രേറ്റ്, ചപ്പാത്തി, ചോറ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കാർബോഹൈഡ്രേറ്റിൽ പെടും. പിന്നെ വരുന്നതാണ് പ്രോട്ടീൻ. പ്രോട്ടീനിൽ കടല, പയറ്, പരിപ്പ്, മത്സ്യം, മാംസം, ഇലക്കറികൾ ഇതെല്ലാം അടങ്ങിയതാണ് പ്രോട്ടീൻ. അപ്പോൾ ഫൈബറും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയ സമീകൃത ആഹാരത്തോടൊപ്പം തന്നെ ദഹിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുകയും കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുകയും എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ഒരു വ്യായാമം നൽകുകയാണെങ്കിൽ കഴിച്ച ഭക്ഷണം ദഹിക്കുകയും ചെയ്യും, അതിന്റെ പ്രോപ്പർ അബ്സോർപ്ഷൻ കിട്ടുകയും ചെയ്യും.